CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനുമെതിരെ കടന്നാക്രമണം. എം വി ഗോവിന്ദന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മക്കളും വിമർശന ശരമേറ്റു. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്ന് ശക്തമായ വിമർശനമുണ്ടായി. വാർത്താ സമ്മേളനങ്ങളിലെ തന്റെ ശരീരഭാഷ ശരിയല്ലെന്ന വിമർശനം വീട്ടുകാരും പറയാറുണ്ടെന്ന് എം വി ഗോവിന്ദൻ മറുപടിയായി പറഞ്ഞു. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശന ശരങ്ങളേറ്റ് കുഴയുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും. പരാജയ കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാനാകാത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. മുഷിഞ്ഞ ഷർട്ട് ധരിച്ചെത്തുന്നവരോട് മാറി നിൽക്കാൻ പറയുന്നതാണ് രീതി. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം ഇളവെന്തുകൊണ്ടാണെന്ന് ഒരു പ്രതിനിധി ചോദിച്ചു. തന്റെ ശരീരഭാഷയെക്കുറിച്ച് വീട്ടിലും വിമർശനങ്ങളുണ്ടെന്ന് എം വി ഗോവിന്ദൻ വിമർശനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് ഒരിക്കൽ മകൻ തന്നോട് ചോദിച്ചു. പത്രസമ്മേളനങ്ങൾ കണ്ടുനോക്കാനും മകൻ പറഞ്ഞുവെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് തിരികെ ചോദ്യമുന്നയിക്കുന്നത് നിർത്തിയെന്നും പറഞ്ഞു. ഭാര്യ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ന്യായീകരിച്ച ഗോവിന്ദൻ വിമർശകർ ആണധികാരത്തിന്റെ വക്താക്കളാണെന്നും കുറ്റപ്പെടുത്തി. എം വി ഗോവിന്ദൻ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് ഭാര്യയും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന PK ശ്യാമള പ്രതികരിച്ചു. അത് ഞാൻ കേട്ടില്ല. മാഷ് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ശ്യാമൾ ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തോൽവിയും പരാജയവും ആ പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്നും പറയാനില്ല. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ വിമർശനമുണ്ടോ എന്ന കാര്യം അറിയില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും പ്രതികരിച്ചു. പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഉയർന്നു വരുന്ന വിമർശനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്, വിമർശനം ഉണ്ടാകും എന്നല്ലാതെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനം എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനിയിപ്പം ഞങ്ങളെ പാർട്ടി ഞങ്ങൾ പരിശോധന നടത്തുമെന്ന് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.